ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശരി, അപ്പൊ ഞാൻ ടൈം അറിയിക്കാം. ഓക്കെ, അക്കാര്യം ഞാൻ ഏറ്റു. പിന്നെ കുട്ടേട്ടാ, നമുക്ക് മാക്സിമം ടൈം വേണം, അത് മനസ്സിലുണ്ടാവണം. ഓക്കെ, ധൈര്യമായിട്ടിരിക്കെ. ടൈം എന്ന് പറഞ്ഞാൽ മാത്രം മതി, ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം. ശരി, ഞാൻ വിളിക്കാം. പൃഥ്വി കൊണ്ടുവന്ന പാക്കറ്റിന്റെ കാര്യമില്ലേ താൻ ആലോചിക്കുന്നേ? അതെ, അതെന്താണെന്ന് നമുക്ക് നോക്കാം. പൃഥ്വി മുറിയിലേക്ക് തന്നെയാവും അത് കൊണ്ടുപോയത് അല്ലേ? ഈ വീട്ടിൽ വേറെ എങ്ങും അവനത് വെക്കാൻ ഒരു സാധ്യതയില്ല. പൃഥ്വി അശ്വതയും മുറിയിലില്ലാത്ത സമയം നോക്കി നമുക്ക് മുറി കയറണം. എന്തോ ഇല്ലീഗൽ പരിപാടിയാണ് പൃഥ്വി ചെയ്യുന്നതെന്ന് ഉറപ്പാണ്. തെളിവോടുകൂടി അവനെ പിടിക്കാൻ കഴിഞ്ഞ എക്സുമായുള്ള ബന്ധവും മേനോനെ കുറിച്ചും എല്ലാം അവനെ കൊണ്ട് പറയിക്കാൻ കഴിയും. സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു ഏരിയ ആണിത്. ഇവിടെ നമ്മുടെ ഐഡന്റിറ്റി പുറത്താവാൻ പാടില്ല. അത് സൂക്ഷിച്ച് വേണം പൃഥ്വിയെ നമ്മൾ പിടിക്കാൻ. ആദ്യം പാക്കറ്റിൽ എന്താണെന്ന് അറിയണം. ബാക്കി അത് കഴിഞ്ഞ് പ്ലാൻ ചെയ്യാം. ഓക്കെ. അശ്വതേ, എന്താ അമ്മേ? ഞാൻ നിന്നോടൊരു കാര്യം പറയാനാ വന്നത്. രാവിലെ സംഭവിച്ച കാര്യങ്ങളില് നിനക്ക് നല്ല വിഷമമുണ്ടായെന്ന് എനിക്കറിയാം. അതൊന്നും സാരമില്ല. അപ്പൊ എനിക്ക് ദേഷ്യവും സങ്കടവും തോന്നി എന്നുള്ളത് സത്യ. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോ ഞാൻ കാണിച്ചത് മണ്ടത്തരമാണെന്ന് തോന്നി. പിന്നെ ദുർഗ ഈ വീട്ടിലൊരു അഭയാർത്ഥി മാത്രമാ. പക്ഷെ ഞാൻ അങ്ങനെയല്ലല്ലോ. ഞാൻ ഈ വീട്ടിലെ മരുമകളാ. ആ സ്ഥാനം എത്ര ശ്രമിച്ചാലും ദുർഗയ്ക്ക് കിട്ടാനേ പോകുന്നില്ല. പിന്നെന്തിനാ ഞാൻ അവളോട് വാശി കാണിക്കുന്നേ? അതൊക്കെ ശരിയാ. ദുർഗ ഈ വീട്ടിൽ ആരുമല്ല. പക്ഷേ ഇപ്പൊ നിന്നേക്കാൾ വില ഈ വീട്ടിൽ അവൾക്കാണുള്ളത്. അതിന് ഒരു പരിധി വരെ കാരണം നീ തന്നെയാ. ഞാനെന്ത് ചെയ്തു അമ്മയെ പറയുന്നേ? രാവിലെ ദുർഗ കുക്ക് ചെയ്തു. ആ ഫുഡ് എല്ലാവർക്കും ഇഷ്ടമായി. നിന്നോട് ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങനെ ചെയ്യാൻ പറഞ്ഞിരുന്നല്ലേ? അതിന് ദുർഗ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു ഞാൻ കരുതിയോ? കരുതണമായിരുന്നു. എന്റെ മരുമകളെ ആയിരിക്കണം ഈ വീട്ടിലെ എല്ലാവരും നല്ലത് പറയുന്നത്. അതെനിക്ക് നിർബന്ധമാ. അതിന് ഞാൻ ഫുഡ് ഉണ്ടാക്കിയ ഉള്ള വില കൂടി പോവും. അത് ഞാൻ ഇവരെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? എന്റെ ദൈവമേ, നീ എന്താ അഷി ആലോചിക്കുന്നത്? ഏയ് ഒന്നുമില്ലമ്മേ. ഞാൻ കാരണം എന്റെ അമ്മയ്ക്കൊരു നാണക്കേട് ഉണ്ടാവാൻ പാടില്ലല്ലോ എന്ന് ചിന്തിക്കുകയായിരുന്നു. നീ ഈ പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇന്നുച്ചയ്ക്ക് എല്ലാവർക്കും ഉള്ള ഫുഡ് നീ റെഡിയാക്കണം. ഞാനോ? അതെ. എന്താ, നിനക്ക് കുക്കിംഗ് അറിയില്ലേ? പിന്നെ നന്നായിട്ട് അറിയാം. എന്നാ പിന്നെ എന്താ കുഴപ്പം? എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിൽ ഒരു ഗംഭീര ഊണ് തന്നെ റെഡിയാക്കണം. ഞാനുണ്ടാക്കിയ തീർച്ചയായിട്ടും എല്ലാവരും ഞെട്ടും. ആ ഞെട്ടല് മാറാൻ എത്ര സമയം എടുക്കുമെന്നുള്ളതാ എന്റെ സംശയം. അതൊന്നും പ്രശ്നമല്ല. ഏതായാലും ഭക്ഷണം റെഡിയാക്കണം. എല്ലാവരും എന്റെ മരുമകളെ പുകഴ്ത്തി പറയുന്നത് എനിക്ക് കേൾക്കണം. ശരിയമ്മേ, എല്ലാം റെഡിയാക്കാം. എന്റെ ദൈവമേ, ഹായ്. ഹായ്. താനയച്ചെന്ന് CV ഞാൻ കൊടുത്തിട്ടുണ്ട്. റിപ്ലൈ ഒന്നും കിട്ടിയില്ല, അതാ വിളിക്കാതിരുന്നേ. ഇറ്റ്സ് ഓക്കെ. ഐഡിയും ഫോൺ നമ്പറൊക്കെ തന്നപ്പോ ഞാൻ കരുതി ഇനി മെസ്സേജ് കാരണം എനിക്ക് സ്വൈര്യം കിട്ടില്ലാന്ന്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഞാൻ കാരണം തനിക്ക് ഒരു ശല്യം ഉണ്ടാവില്ലെന്ന്. അത് ശരിയാ, പക്ഷേ അതൊക്കെ വെറുതെ പറയുന്നതാന്നാ കരുതി. ബട്ട് യു ആർ ജെന്യൂൻ. നമുക്ക് നടക്കാം. എന്താ പരിപാടി? ഓ, PSC എക്സാം ട്രൈ ചെയ്യുന്നുണ്ട്. അതിന്റെ ഓരോന്ന് അപ്ലോഡ് ചെയ്യാനും നോക്കാനൊക്കെ ഇറങ്ങിയതാ. കോച്ചിങ്ങിന് പോകുന്നുണ്ടോ? ഇല്ല. വീട്ടിലിരുന്ന് ബുക്ക് വെച്ച് സ്വയം പഠനം, അല്ലെങ്കിൽ മൊബൈൽ ആപ്പ് പഠനം? ഇതൊന്നുമല്ല. പിന്നെങ്ങനെയാ? പൊട്ടക്കണ്ണിന്റെ മാവേലേറ് കൊണ്ടാൽ മാങ്ങ വീഴും. പഠിക്കാനൊക്കെ മടിയാ. ആപ്പ് എടുത്ത് നോക്കാനെന്ന് കരുതി ഫോൺ എടുത്താ റീൽസ് തോണ്ടിയിരിക്കും. പിന്നെ ബോധം വരുമ്പോ 1-2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാകും. സമയം ഇതിൽ പോയെന്നു ഒരു പിടിയും കാണില്ല.
അത് നല്ല മോട്ടിവേഷൻ ഇല്ലാത്തതുകൊണ്ട്. ജീവിതത്തിൽ വലിയ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നേടാനായി വലിയ കാര്യങ്ങളൊന്നും ഇല്ലാന്ന് തോന്നും. കംഫർട്ട് സോണിൽ അങ്ങനെ ഒഴുകി അങ്ങ് പോകും. ജീവിതത്തിൽ സ്ട്രഗിൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പുതുതായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്യൂ. ഓഹോ, എന്നിട്ട് താങ്കൾ എന്തൊക്കെ ട്രൈ ചെയ്തു? ഞാനൊന്നും ചെയ്തില്ല, ഞാൻ കംഫർട്ട് സോണിലല്ലല്ലോ. നമുക്കൊരു കോഫി കുടിച്ചാലോ? എനിക്ക് ഐസ്ക്രീം മതി. ഓക്കെ, വാ. ഓക്കെ. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടാൻ ഞങ്ങൾ വെയിറ്റ് ചെയ്യാ. അതെ, ശ്രമിക്കുന്നുണ്ട്. അറിഞ്ഞാൽ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. നമ്മുടെ ടീം റെഡിയായിരിക്കണം കേട്ടോ. ഓക്കെ, ശരി, ഞാൻ വിളിക്കാം. ടീം റെഡിയായി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും എവിഡൻസ് കിട്ടിയാ ഉടനെ ആക്ഷൻ വേണം. ഓക്കെ, പൃഥ്വിയുടെ മുറി കയറാൻ ഒരു ചാൻസ് ഉടനെ വന്നേക്കും. ചന്ദ്രാന്റി അഷിതയോട് കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അഷിത ഉടനെ കിച്ചണിൽ കയറും. പൃഥ്വിയെ കൂടി മുറിയിൽ നിന്ന് മാറ്റിയാ നമുക്ക് അകത്ത് കയറാം. പൃഥ്വിയെ മാറ്റണം അല്ലേ? വഴിയുണ്ട്. ആ, ഹലോ കിരൺ. കുട്ടേട്ടാ, ഒരു ഹെൽപ്പ് വേണം. എന്താ കിരണേ? ഒരു സംശയം തോന്നാത്ത രീതിയിൽ വേണം വിളിക്കാൻ. അതിനെക്കുറിച്ച് ഓർത്തിട്ട് ഒരു ടെൻഷനും വേണ്ട. അതെല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി, അപ്പൊ ഞാൻ ടൈം അറിയിക്കാം. ഓക്കെ, അക്കാര്യം ഞാൻ ഏറ്റു. ആ, പിന്നെ കുട്ടേട്ടാ, നമുക്ക് മാക്സിമം ടൈം വേണം, അത് മനസ്സിലുണ്ടാവണം. ഓക്കെ, ധൈര്യമായിട്ടിരിക്കെ. ടൈം എന്ന് പറഞ്ഞാൽ മാത്രം മതി, ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം. ശരി, ഞാൻ വിളിക്കാം. ശരി. എന്തുണ്ടാക്കും? ഒരു ചായ ഇടാൻ പോലും അറിയാത്ത ഞാൻ എങ്ങനെ ഇത്രയും പേർക്ക് ഫുഡ് ഉണ്ടാക്കും? അമ്മയോട് വിളിച്ച് ചോദിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, അമ്മ ഉണ്ടാക്കുന്ന ഒരു ഫുഡിനും ടേസ്റ്റ് ഇല്ല. അതുപോലെ ഉണ്ടാക്കിയാൽ ശരിയാവില്ല.